എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ചെന്നൈയിലെ വെതർ എന്ന് പറഞ്ഞാൽ സൂപ്പർ വെതറാണ്. ഇതിങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് അടിപൊളി വെതറാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ സന്തോഷം കൂടെ നമുക്കുണ്ട്. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. അതിനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനോട് സംബന്ധിച്ച ഒരു കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡീക്ലറ്ററിങ്. നമ്മൾ തംബ്നെയിലിൽ കണ്ടു കാണും. ഈ ഡീക്ലറ്ററിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഒഴിവാക്കി അവിടെ ഒന്ന് ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട് നമുക്ക് ന്യൂ ഇയറിന് മുന്നേ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ലൈഫിനെ ഏറ്റവും ബെറ്റർ ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും നമ്മൾ ഇങ്ങനെ ഒന്ന് ഒരുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ബേസിക്കായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഹൈജീനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ടൂത്ത് ബ്രഷ് ഒരു 3-4 മാസം ആകുമ്പോൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മളെപ്പോഴും വിട്ടുപോകാറുണ്ട്. എന്തായാലും ടൂത്ത് ബ്രഷ് കുറച്ച് വാങ്ങിച്ചു വയ്ക്കുക. എന്നിട്ട് 3 മാസം കൂടുമ്പോൾ 3-4 മാസം കൂടുമ്പോൾ അത് മോശമായിട്ടുണ്ടാവും, അതങ്ങ് മാറ്റിയേക്കാം. എന്തായാലും പുതിയൊരു ടൂത്ത് ബ്രഷ് ഇപ്പോൾ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ പഴയതെല്ലാം മാറ്റി പുതിയത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ വാഷ്റൂമിൽ യൂസ് ചെയ്യുന്ന ടവൽസ് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതുണ്ടെങ്കിൽ അതെടുക്കുക. ഇനി പുതിയതുണ്ടെങ്കിൽ പുതിയത് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ പുതുമയ്ക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്, ഒരു പോസിറ്റിവിറ്റി കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പുതിയതെന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ളത് വളരെ വൃത്തിയാണ്, അത് മതി എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് മാറ്റി വയ്ക്കാം. അതുപോലെ നമ്മുടെ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന മഗ്, ബക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ചേഞ്ച് ചെയ്യാം കേട്ടോ. എപ്പോഴും നമ്മൾ മടിക്കുന്നൊരു കാര്യമാണ്, ഇനി പോയി വാങ്ങിക്കണ്ടേ എന്നൊക്കെയുള്ളൊരു ചെറിയൊരു മടി നമുക്ക് വരും. എപ്പോഴും നമ്മൾ മറന്നും പോകും വാങ്ങിക്കാൻ പോകുമ്പോൾ. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ബാത്റൂം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഡീപ്പ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ അത്രയാണ് ഈ ഒരു ഏരിയയെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ നേരെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്ഷീറ്റ്സാണ് ആദ്യം മാറ്റേണ്ടത്. ബെഡ്ഷീറ്റ് പുതിയതുണ്ടെങ്കിൽ പുതിയത് തന്നെ മസ്റ്റായിട്ടും വിരിക്കുക കേട്ടോ. എന്തായാലും ഒരു പുതിയത് ഒന്ന് കയ്യിൽ ഇടയ്ക്ക് നമ്മളെപ്പോഴെങ്കിലും പുറത്ത് പോകുമ്പോൾ ഒരെണ്ണമെങ്കിലും പുതിയത് എക്സ്ട്രാ ഒന്ന് മാറ്റി വയ്ക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ആരെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു ചേഞ്ചിന് വേണ്ടിയോ ഒക്കെ നമ്മുടെ ബെഡ്ഷീറ്റ്സ് മാറ്റി കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റി തോന്നും കേട്ടോ. അപ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബെഡ്റൂമിൽ നമ്മളെപ്പോഴും വളരെ കാമായിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് നമ്മൾ ഉറങ്ങുന്നതും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പം ആ ഒരു സ്പേസ് എപ്പോഴും ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ നമ്മളൊരു പ്രത്യേക എഫേർട്ട് തന്നെ നമുക്ക് വേണം. ഒരുപാട് സാധനങ്ങൾ അലങ്കോലമായിട്ട് കൊണ്ടുവന്ന് ബെഡ്റൂമിൽ സൂക്ഷിക്കാതിരിക്കുക. വളരെ മിനിമലായിട്ടുള്ള സാധനങ്ങൾ മാത്രം വയ്ക്കുക. എപ്പോഴും വളരെ നീറ്റായിട്ടും ക്ലീനായിട്ടും ബെഡ്റൂം സൂക്ഷിക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാലും വളരെ വൃത്തിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ കാര്യം കഴിഞ്ഞു. പിന്നെ നമ്മുടെ കേർട്ടൻസ്, നമ്മുടെ വീട് മൊത്തത്തിലുള്ള കേർട്ടൻസ് ഒന്ന് പഴയത് നമ്മുടെ കയ്യിൽ കഴുകിയതുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനി പുതിയത് എക്സ്ട്രാ ഇരിപ്പുണ്ടെങ്കിൽ പുതിയത് തന്നെ വിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ബെഡ്ഷീറ്റ്സ് മാറ്റാം കേട്ടോ. പിന്നെ ഫ്ലോർ മാറ്റ്സ് കീറിയതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കളഞ്ഞേക്കുക. പുതിയത് തന്നെ വാങ്ങി ഉപയോഗിക്കുക. ഭയങ്കര വിലയൊന്നുമില്ല ഫ്ലോർ മാറ്റിന്. അപ്പോൾ നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന ഏതാണോ വാങ്ങിച്ച് അത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഫ്ലോർ മാറ്റ്സ് കീറിയതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കളയാം. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ വാർഡ്രോബ് നോക്കാം. വേണ്ടാത്തതും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് വസ്ത്രങ്ങൾ നമ്മുടെ വാർഡ്രോബിൽ ഇരിപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണ്ടാത്ത സാധനങ്ങൾ, നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം, നല്ല ഡ്രസ്സുകളായിരിക്കാം, അത് മാറ്റിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്ന ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാം. അല്ലാത്ത വസ്ത്രങ്ങൾ കളയുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വാർഡ്രോബ് വളരെ വൃത്തിയായിട്ടും നീറ്റായിട്ടും ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സമാധാനമാണ് നമുക്ക് തോന്നുക. നമ്മൾ കുറച്ച് വണ്ണം വെച്ചു എന്നൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇടാൻ പറ്റാതെ മാറ്റി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ നമ്മളെപ്പോഴും വാർഡ്രോബ് തുറക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു നെഗറ്റിവിറ്റിയാണ്. നമുക്ക് എന്തോ നഷ്ടപ്പെട്ട എന്തോ ഒരു കാര്യമാണ് നമ്മൾ ഓർക്കുക. അപ്പോൾ ആ ഒരു സംഭവം ഇല്ലാതിരിക്കാനും നമുക്ക് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ.
അപ്പോൾ ബെഡ്റൂം നമുക്ക് അതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി ലിവിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കർട്ടൻസും എല്ലാം മാറ്റാം. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നമ്മളിരിക്കുന്ന സോഫയിലായിരിക്കുള്ളൂ. അപ്പോൾ ഈ സോഫയുടെ കവറ് പുതിയതുണ്ടെങ്കിൽ അത് മാറ്റുക, അതല്ലെങ്കിൽ ഇതുപോലെ കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ വിരിക്കുക. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് തന്നെ വിരിക്കുക കേട്ടോ. നമുക്ക് ഏറ്റവും ഇഷ്ടം ഏതാണോ അത് വിരിക്കുമ്പോൾ നമുക്കതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ടേബിൾ ക്ലോത്ത്സോ ടേബിൾ റണ്ണറോ എന്താണെന്നുണ്ടെങ്കിലും അതൊന്ന് മാറ്റി പുതിയതുണ്ടെങ്കിൽ അത് വിരിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്ന് ഇടുക കേട്ടോ. അപ്പോൾ ഡൈനിങ് ടേബിൾ വൃത്തിയായിട്ട് വെച്ച് അതിൻ്റെ മേളിലൊരു ഫ്ലവർ വേസോ അല്ലെങ്കിൽ ചെറിയൊരു പ്ലാന്റോ ഒക്കെ വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ്. പിന്നെ നേരെ നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് വരാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ പൂജാ റൂം, അതായത് നമ്മുടെ പൂജാ ഏരിയ, നമ്മുടെ ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചിരിക്കുന്ന ആ ഏരിയ അതൊന്ന് വൃത്തിയായിട്ട് വയ്ക്കുക. മാറാലയൊന്നും കിട്ടാതെ ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചണിൽ ആദ്യം തന്നെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോസറി യൂണിറ്റിൽ എന്തൊക്കെയാണോ എക്സ്പയർ ആയിട്ടിരിക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഈ അടുത്തൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഉച്ച കയറിയിട്ടുണ്ടോ, അതായത് വണ്ട് കയറിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതെല്ലാം ഒന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. അതല്ലെങ്കിൽ അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് വളരെ വൃത്തിയായിട്ട് വയ്ക്കുക. നമ്മുടെ എംറ്റി ബോട്ടിൽസൊക്കെ ഒന്ന് റീഫില്ല് ചെയ്യുക. എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ഉള്ളത് എന്ന് നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി അറിഞ്ഞിരിക്കുന്നത് നമ്മൾ കടയിൽ പോകുമ്പോൾ പിന്നെയും എക്സ്ട്രാ വാങ്ങിച്ചു കൂട്ടാതിരിക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ റീഫിൽ ചെയ്ത് വയ്ക്കുക. എംറ്റി ബോട്ടിൽസ് ഒന്നും വയ്ക്കാതെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അതെല്ലാം റീഫിൽ ചെയ്യുക. പിന്നെ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക എന്തൊക്കെയാണ് വാങ്ങിക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ആദ്യം നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നതായിരിക്കാം. എന്നാൽ പോലും എക്സ്പയർ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചിലപ്പോൾ അതിൽ കണ്ടെന്ന് വരാം ഇപ്പോൾ. അപ്പോൾ എക്സ്പയർ ആയിട്ടുള്ള ഒന്നും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതിരിക്കാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് സോസ് ഐറ്റംസും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ. പിന്നെ കസൂരി മേത്തി ഇതൊക്കെ നമ്മളെപ്പോഴും യൂസ് ചെയ്യാറില്ല. മലയാളികൾ നമ്മളെപ്പോഴും യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങെടുത്ത് മാറ്റിയേക്കാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വാങ്ങിച്ചോളും. അല്ലെങ്കിൽ ഇത് ഓർക്കാതെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങൾ, ഈസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് അങ്ങ് വേഗം മാറ്റാം. പിന്നെ റീഫിൽ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ. കിച്ചൺ ടവൽസ് നമുക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത മോശമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് കളഞ്ഞേക്കാം. അത് വീണ്ടും ഉപയോഗിക്കാതിരിക്കുക. ഉള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് കഴുകി ഉപയോഗിക്കുക. നന്നായിട്ട് സോപ്പിലൊക്കെ നനച്ച് ഒന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ എണ്ണയും അഴുക്കുമൊക്കെ പോകും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയത് വാങ്ങിച്ച് തന്നെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചൺ ഏരിയ എപ്പോഴും നീറ്റായിട്ട് സൂക്ഷിക്കുക. കൗണ്ടർ ടോപ്സ് എല്ലാം നീറ്റാക്കുക. നമ്മുടെ ഗ്യാസ് സ്റ്റവ് നമ്മളെപ്പോഴും നീറ്റായിട്ട് വെക്കുന്നതാണ്, റെഗുലറായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. എങ്കിൽ പോലും ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്ത് വയ്ക്കാം. ഒരു 2 വീക്സ് ഒക്കെ കൂടുമ്പോൾ ചെയ്താൽ മതിയാവും. ഞാൻ ചിലപ്പോൾ 2 വീക്സ് ഒരു 1 മന്ത് ഒക്കെ കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ ചെയ്യുക. കാരണം റെഗുലറായിട്ട് ക്ലീൻ ചെയ്ത് അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുന്നതുകൊണ്ട് ഒരു ഡീപ്പ് ക്ലീനിൻ്റെ ആവശ്യം എനിക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ ഏരിയയിലൊന്നും വരാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പെരുമാറുന്ന സ്ഥലം, നമ്മുടെ വീട്, അത് ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ നമ്മൾ ഈ വേസ്റ്റായിട്ട് മാറ്റുന്ന എല്ലാ സാധനങ്ങളും അതിൻ്റേതായ രീതിയിൽ തന്നെ വേസ്റ്റ് എവിടെയാണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ ചെയ്യാം. അതായത് ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് ആ രീതിക്ക് തന്നെ ചെയ്യാം കേട്ടോ. അലക്ഷ്യമായിട്ട് നമ്മളായിട്ട് എങ്ങും വലിച്ചെറിഞ്ഞ് നമ്മുടെ ഭൂമി മലിനമാക്കാനായിട്ട് നമ്മളായിട്ട് അനുവദിക്കാതിരിക്കുക. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പുതിയൊരു തലമുറ വരുമ്പോൾ അവർക്ക് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമ്മൾ കൈമാറേണ്ട ഒന്ന് തന്നെയാണ് ഭൂമി എന്നുള്ളൊരു ബോധത്തോടു കൂടെ ജീവിക്കാൻ നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത്. അത് നമ്മുടെ വെറും ശ്രമം മാത്രമായിരിക്കരുത്, നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മളത് ചെയ്യുക. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനങ്ങനെയാണ് ചെയ്യാൻ ശ്രമിക്കാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീട് ഏറ്റവും ഭംഗിയായിട്ട് വെച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടെ നമ്മളൊന്ന് ചുറ്റി നോക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ്.
നമ്മുടെ വീട് വൃത്തിയായതിൻ്റെ ഒപ്പം നമ്മുടെ മനസ്സും കൂടെ വളരെ ക്ലീനായി വളരെ ഒരു റിഫ്രഷായ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. നമ്മുടെ പരിസരം ഏറ്റവും മലിനമായി കിടക്കുമ്പോൾ നമ്മുടെ മനസ്സും അതുപോലെ തന്നെ ഒരു മെസ്സി ആയിട്ടായിരിക്കുള്ളൂ നമ്മുടെ മനസ്സും ഉണ്ടാവുക. അത് സത്യമുള്ളൊരു കാര്യമാണ്. നമ്മളെ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് വൃത്തിയായിട്ട് വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മൈൻഡും അതുപോലെ മാറുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ് കേട്ടോ. ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിനാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇതൊന്ന് ആപ്ലിക്കബിൾ ആക്കാൻ നോക്കിയത്. അത് സത്യമായിട്ടും ഞാനതിൽ സക്സസ് ആയി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം ഇതുവരെ ക്ലീനിങ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. ഈ ഒരു മൊമെൻറ്റിൽ തന്നെ അത് ചെയ്തു തുടങ്ങാം. സമയം പോലെ പയ്യെ പയ്യെ എല്ലാം വൃത്തിയാക്കുക. ആരും കൂടിയില്ലെങ്കിലും നമ്മൾ തനിയാണെന്നുണ്ടെങ്കിലും സമയമെടുത്താണെങ്കിലും നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും നമുക്ക് അതുകൊണ്ട് ഒരു ദോഷം വരാൻ പോണില്ല. നമ്മുടെ മൈൻഡ് ക്ലിയർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് റിഫ്രഷ് ആവാമെന്നാണ് അതിൻ്റെ അർത്ഥം. അതിലൂടെ നമ്മുടെ ചിന്തകൾ നമുക്ക് പുതിയതാക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പുതിയ പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് പോസിറ്റിവിറ്റി അതിലൂടെ നമുക്ക് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ പുതിയ വർഷം എല്ലാവർക്കും ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു ഇയറായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. 2025 അത്ര പോരാ ഇയർ എന്നുള്ളൊരു ഫീലിംഗ് ഉള്ള ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഇയർ ആയിരിക്കട്ടെ 2026. നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം നടക്കട്ടെ. ഇനി അങ്ങനെയല്ല, സൂപ്പർ ഇയർ ആയിരുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് അതിൽ സൂപ്പർ ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്